നമസ്കാരം. 2023 ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടമാണ് മികച്ച ചിത്രം. ആനന്ദ് ഏകർഷിയാണ് മികച്ച സംവിധായകൻ. ഗരുഡനിലെ അഭിനയത്തിന് ബിജു മേനോനും പൂക്കാലത്തിലെ വേഷത്തിന് വിജയ രാഘവനും മികച്ച നടന്മാരായി. മികച്ച നടിമാർ ശിവദ ചിത്രം ജവാനും മുല്ലപ്പൂവും, സറിൻ ഷിഹാബ് ചിത്രം ആട്ടം എന്നിവർക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് പങ്കിട്ടത്. സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്ന പുരസ്കാരം ശ്രീനിവാസന് സമ്മാനിക്കും. 69 ചിത്രങ്ങളാണ് ഇക്കുറി അപേക്ഷിച്ചിട്ടുള്ളത്. അസോസിയേഷൻ പ്രസിഡന്റും ജൂറി ചെയർമാനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറും ജനറൽ സെക്രട്ടറി തേക്കിൻകാട് ജോസഫുമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഡോക്ടർ ജോർജ് ഓണക്കൂർ ചെയർമാനും തേക്കിൻകാട് ജോസഫ്, എ ചന്ദ്രശേഖർ, ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ, മുരളി കോട്ടക്കകം എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡുകൾ നിർണയിച്ചത്. സംവിധായകൻ രാജസേനന് ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് നൽകും. നടനും നിർമ്മാതാവുമായ മുകേഷ്, പ്രമുഖ നിർമ്മാതാവും വിതരണക്കാരനുമായ കിരീടം ഉണ്ണി, നടൻ പ്രേംകുമാർ, ചിത്ര സംയോജക ബീന പോൾ വേണുഗോപാൽ, തെന്നിന്ത്യൻ നടിയും സംവിധായകയുമായ സുഹാസിനി മണിരത്നം എന്നിവർക്ക് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ലഭിക്കും. മറ്റ് അവാർഡുകൾ: മികച്ച രണ്ടാമത്തെ ചിത്രം തടവ്, നിർമ്മാണം ചെയ്തത് പ്രമോദ് ദേവ്, ഫാസിൽ റസാഖ്. മികച്ച രണ്ടാമത്തെ ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ റസാഖാണ്. ചിത്രം തടവ് തന്നെയാണ്. മികച്ച സഹനടൻ കലാഭവൻ ഷാജോൺ, ചിത്രം ഇതുവരെയും ആട്ടവും. ഷൈനികത്തിനും ലഭിച്ചിട്ടുണ്ട്. ചിത്രം RDXനും വേലയ്ക്കുമാണ്. മികച്ച സഹനടി KPC ലീല, പൂക്കാലത്തിനും പൂവിനും. മികച്ച ബാലതാരം നസീഫ് മുത്താലി, ചിത്രം ചാമ. ആവണിയാവൂസ്, ചിത്രം കുറുങ്ങി. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം VC അഭിലാഷിനാണ്. ചിത്രം പാൻ ഇന്ത്യൻ സ്റ്റോറി. മികച്ച ഗാനരചയിതാവ് K ജയകുമാർ, ചിത്രം ഇതുവരെയും അച്ഛനൊരു വാഴ വെച്ചു. മികച്ച സംഗീത സംവിധാനം അജയ് ജോസഫ്, ചിത്രം ആഴം. മികച്ച പശ്ചാത്തല സംഗീതം എബിടോ, ചിത്രം അവൾ പേർ ദേവയാനി. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ, ഗാനം കാഞ്ചന കണ്ണെഴുതി, ചിത്രം ഞാനും പിന്നൊരു ഞാനും. മികച്ച പിന്നണി ഗായിക മൃദുല വാര്യർ, ഗാനം കാലമേ, ചിത്രം കിർക്കൻ. മികച്ച ഛായാഗ്രഹകൻ ആർമു, ചിത്രം അഞ്ചക്കള്ളക്കോക്കാൻ. മികച്ച ചിത്ര സന്നിവേശകൻ അപ്പു ഭട്ടതിരി, ചിത്രം റാണി ദ റിയൽ സ്റ്റോറി. മികച്ച ശബ്ദലേഖകൻ ആനന്ദ് ബാബു, ചിത്രം ഒറ്റമരം റിതം വിത്തിൻ സെക്കൻഡ്സ്. മികച്ച കലാസംവിധായകൻ സുമേഷ് പുൽപ്പള്ളി, സുനിൽ മഖാന നോണ. മികച്ച മേക്കപ്പ് മാൻ റോണക് സേവ്യർ, ചിത്രം പൂക്കാലം. മികച്ച വസ്ത്രാലങ്കാരം ഇന്ദ്രൻസ് ജയൻ, ചിത്രം റാണി ദ റിയൽ സ്റ്റോറിക്കും ഇതുവരെയും. മികച്ച ജനപ്രിയ ചിത്രം RDX, സംവിധാനം നഹാസ് ഹിദായത്ത്. ഗരുഡനും കിട്ടിയിട്ടുണ്ട്, സംവിധാനം അരുൺ വർമ്മ. മികച്ച ബാലചിത്രം കൈലാസത്തിലെ അതിഥി, സംവിധാനം ചെയ്തത് അജയ് ശിവറാം. മികച്ച ദേശോദ്ഗ്രഥന ചിത്രം ഭഗവൻ ദാസിന്റെ രാമരാജ്യം, സംവിധാനം റഷീദ് പറമ്പിൽ. മികച്ച ജീവചരിത്ര സിനിമ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്, സംവിധാനം ചെയ്തത് ഷൈസൺ P ഔസൈഫ്. മികച്ച പരിസ്ഥിതി ചിത്രം വിത്ത്, സംവിധാനം അവിര റബേക്ക. പച്ചപ്പ് തേടി, സംവിധാനം കാവിൽ രാജ്. മികച്ച ലൈവ് ആനിമേഷൻ ചിത്രം വാലാട്ടി, സംവിധാനം ദേവൻ ജയകുമാറാണ്. സാമൂഹിക പ്രസക്തിയുള്ള ചിത്രം ദ സ്പോയിൽസ് ആണ്, സംവിധാനം മഞ്ജിത് ദിവാകർ. ഇതുവരെ, സംവിധാനം അനിൽ തോമസ്. ആഴം, സംവിധാനം ജഷീദ ഷാജി. മികച്ച ഗോത്രഭാഷാ ചിത്രം കുറിഞ്ഞിയാണ്, സംവിധാനം ചെയ്തത് ഗിരീഷ് കുന്നുമലാണ്. മികച്ച അന്യഭാഷാ ചിത്രം മാമന്നനാണ്, നിർമ്മാണം ചെയ്തത് റെഡ് ജൈൻ മൂവീസും, സംവിധാനം മാരി ശെൽവരാജുമാണ്. മികച്ച നവാഗത പ്രതിഭകളെ നോക്കുകയാണെങ്കിൽ സംവിധാനം വരുന്നത് സ്റ്റെഫി സേവ്യർ ആണ്, ചിത്രം മധുര മനോഹര മോഹമാണ്. ഷൈസൺ P ഔസൈഫ്, ചിത്രം ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. അഭിനയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രാർത്ഥന ബിജു ചന്ദ്രനാണ്, ചിത്രം സൂചന. രേഖ ഹരീന്ദ്രനുമുണ്ട്, ചിത്രം ചെക്ക്മേറ്റ്. പ്രത്യേക ജൂറി പുരസ്കാരങ്ങൾ ലഭിച്ചത് സംവിധാനത്തിനാണെങ്കിൽ അനീഷ് അൻവർ, ചിത്രം രാസ്തയ്ക്കും. അഭിനയത്തിനാണെങ്കിൽ ബാബു നമ്പൂതിരി, ചിത്രം ഒറ്റമരത്തിനും. ഡോക്ടർ മാത്യു മാമ്പ്രയ്ക്കും ലഭിച്ചിട്ടുണ്ട്. മിർഖന്, ഉണ്ണിനായർക്ക്, ചിത്രം മഹൽ. AV അനൂപിന്, ചിത്രം അച്ഛനൊരു വാഴ വെച്ചു. ബീന R ചന്ദ്രന്, ചിത്രം തടവാണ്. റഫീഖ് ചോക്ലിക്ക്, ചിത്രം ഖണ്ഡശയാണ്. ഡോക്ടർ അമർ രാമചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. ചിത്രം ദ്വയമാണ്. ജിയോ ഗോപിക്ക്, ചിത്രം തിറയാട്ടത്തിനാണ്. തിരക്കഥകൾ നോക്കുകയാണെങ്കിൽ വിഷ്ണു രവിശക്തിക്കാണ്, ചിത്രം മാംഗോ മുറിയാണ്. ഗാനരചന സംഗീത സംവിധാനം ഷാജി കുമാറിനാണ്, ചിത്രം മോണോ ആക്ടിനാണ്. സംഗീതം സതീഷ് രാമചന്ദ്രനാണ്, ചിത്രം ദ്വയത്തിനാണ്. ഷാജി സുകുമാരനുമുണ്ട്, ചിത്രം ലൈഫിനാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.